ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കുവാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു കണ്ടിരുന്നത്. ഓപ്പണിംഗ് പ്രൈസ് നോക്കുവാണെങ്കിൽ 9259 മാർക്കറ്റ് ഓപ്പണായി. അതിനുശേഷം 9377 വരെ മാർക്കറ്റ് പോയി. അതേ തുടർന്ന് 9282 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. ഇന്ന് സെക്ടർ വൈസ് നമ്മൾ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ എല്ലാ സെക്ടറും തന്നെ ഇന്ന് പോസിറ്റീവിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ തന്നെ നോക്കുവാണെങ്കിൽ ബാങ്കിങ് സെക്ടറും IT സെക്ടറൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഗെയിനേഴ്സായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് മാർക്കറ്റിൽ. മൊത്തത്തിലൊരു പോസിറ്റീവ് മാർക്കറ്റാണ് നമ്മളിന്ന് കാണുന്നത്. നിഫ്റ്റിയിലും അതെ, സെൻസെക്സ് നോക്കുവാണെങ്കിലും അതെ. അഡ്വാൻസസ് നോക്കുവാണെങ്കിൽ 42 അഡ്വാൻസസും അതുപോലെ തന്നെ ഡിക്ലൈൻസ് 8 സ്റ്റോക്കുകളാണ് ഡിക്ലൈനിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റോക്ക് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ബ്രിട്ടാനിയയാണ് ടോപ്പ് പെർഫോമർ എന്ന് പറയാവുന്നത്. നിഫ്റ്റിയിൽ 7% ബ്രിട്ടാനിയയുടെ സ്റ്റോക്ക് ഉയർന്നത്. ഇനി ഇതിനുള്ള പ്രധാന കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് ഏഷ്യൻ മാർക്കറ്റൊക്കെ നല്ല സപ്പോർട്ടീവായിട്ടുള്ളൊരു മാർക്കറ്റായിരുന്നു ഇന്ന് കണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എല്ലാ മാർക്കറ്റും തന്നെ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഒരു അവിടുത്തെ സെൻട്രൽ ബാങ്ക്സിൻ്റെ ഒക്കെ മീറ്റിംഗ് വരുന്നു. അതുപോലെ തന്നെ ഇന്ന് നോക്കുകയാണെങ്കിൽ ജപ്പാനിലെ ബാങ്ക് ഓഫ് ജപ്പാൻ അവരുടെ പോളിസി മീറ്റിംഗ് അനൗൺസ് ചെയ്തിരിക്കുന്നു. അപ്പം അങ്ങനെ ഇങ്ങനെയുള്ള ബാങ്കുകളുടെയൊക്കെ മീറ്റിംഗ് വരുന്നത് കൊണ്ട് ഒരു സ്റ്റിമുലസ് പാക്കേജിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വരും എന്നുള്ളൊരു പ്രതീക്ഷ ആയിരുന്നു മൊത്തത്തിൽ ഏഷ്യൻ മാർക്കറ്റിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏഷ്യൻ സ്റ്റോക്സ് എല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ പോസിറ്റീവിലായിരുന്നു ഉണ്ടായിരുന്നത്. SGX നിഫ്റ്റി നോക്കുകയാണെങ്കിൽ രാവിലെ ഒരു നല്ലൊരു പോസിറ്റീവിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 80-90 പോയിൻറ്റ്സിൻ്റെ അടുത്തൊക്കെ പോസിറ്റീവിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ US മാർക്കറ്റ് നോക്കുകയാണെങ്കിലും വെള്ളിയാഴ്ച ഒരു പോസിറ്റീവിലാണ് എൻ്റെ ആയത് US മാർക്കറ്റും. അതിനുള്ള പ്രധാന കാരണം നോക്കുകയാണെങ്കിൽ അവിടുത്തെ കുറേ സ്റ്റേറ്റുകൾ ഒരു ലോക്ക്ഡൗണിൻ്റെ ഒരു റിലാക്സേഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്യും എന്നുള്ളൊരു ഇതൊരു ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനൊക്കെ വരുന്നു എന്നുള്ള ഒരു ഇതിനെ ബേസ് ചെയ്തിട്ട് US സ്റ്റോക്സൊക്കെ വെള്ളിയാഴ്ച ഒരു പോസിറ്റീവിലാണ് ക്ലോസ് ആയത്. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്ത് പറയേണ്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് RBI ഗവർണറിൻ്റെ അനൗൺസ്മെൻ്റ് ആയിരുന്നു പിന്നെയും മാർക്കറ്റിനൊരു മൂവ് നൽകിയതെന്ന് പറയാൻ. അതായത് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഫ്രാങ്ക്ലിൻ ടെംപ്ലേറ്റൻ്റെ ആ ഒരു ന്യൂസൊക്കെ കണ്ടിരുന്നു. ഒരു 6 സ്റ്റോക്ക് അവർ 6 മ്യൂച്വൽ ഫണ്ട്സ് ക്ലോസ് ചെയ്യാൻ പോകുന്നു എന്നുള്ള ന്യൂസ്. അപ്പം അതേ തുടർന്ന് RBI ഗവർണർ ഇപ്പം ഒരു മ്യൂച്വൽ ഫണ്ട്സ് കമ്പനികൾക്കൊക്കെ ആയിട്ട് ഒരു 50 ബില്യൺ റുപ്പീസിൻ്റെ ഒരു സ്പെഷ്യൽ ലിക്വിഡിറ്റി ഫണ്ട് അത് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് കൊടുത്തായിരുന്നു ഇന്ന്. അപ്പോൾ അത് നോക്കുവാണെങ്കിൽ ഇന്ന് ആ ഒരു സെക്ടറിലുള്ള സ്റ്റോക്കുകൾക്കെല്ലാം നല്ല ഗുണമായിരുന്നു. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഒരു കോൺഫിഡൻസ് തിരിച്ചെടുക്കുക. അതായത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു മ്യൂച്വൽ ഫണ്ട്സൊക്കെ ക്ലോസ് ആയി കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ പാനിക് ആവും എന്നുള്ളൊരു റീസൺ വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇതൊക്കെ വന്നിരിക്കുന്നത്, ഒരു ലിക്വിഡിറ്റി ഫണ്ടൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ വിശ്വാസം തിരിച്ചെടുക്കുക, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സിനേക്ക് വീണ്ടും ഒന്ന് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് ഈ ഒരു എമൗണ്ട് കൊടുത്തതും. അപ്പോൾ ഈ ഒരു ന്യൂസൊക്കെ വന്നതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു ആ ഒരു ഗെയിൻ മെയിൻറ്റെയിൻ ചെയ്തു എന്ന് വേണം കാണാനായിട്ട്. ആ ഒരു ഇനീഷ്യലായിട്ട് വന്ന ഗ്യാപ്പ് അപ്പും അതേ തുടർന്ന് വന്ന ഗെയിനൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്തു എന്ന് വേണം കാണാനായിട്ട് നോക്കുവാണെങ്കിൽ. ഇനി അടുത്തായിട്ട് നമ്മൾ ഡെയിലി ചാർട്ടിൽ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ അതായിരുന്നു ഒരു റൈസിംഗ് വെഡ്ജ് പാറ്റേണിൻ്റെ ഫോർമേഷൻ. ഇപ്പോഴും നോക്കുവാണെങ്കിൽ ആ ഒരു പാറ്റേണിൻ്റെ ഫോർമേഷനിൽ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. നോക്കുവാണെങ്കിൽ ആ ഒരു വിഡ്ത്ത് ഇപ്പോൾ ഭയങ്കരമായിട്ടും കുറഞ്ഞു വരുന്നു, ആ ഒരു ഭയങ്കര നാരോ ആയിട്ട് വരുന്നു. അപ്പോൾ ഇതിന് ശേഷം എങ്ങോട്ടെന്നുള്ളത് നമ്മൾ തിരിച്ചൊന്ന് ശരിക്കും നോക്കണം. കാരണം ഇത് ഇങ്ങനൊരു പാറ്റേൺ ഇപ്പോൾ നല്ല വിഡ്ത്ത് നാരോ ആയി വരുന്നു. അപ്പോൾ അതേ തുടർന്ന് ഇതിന് താഴേക്കാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു താഴേക്കുള്ളൊരു ഫോളിനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അടുത്ത് നമുക്കൊരു 9000 എന്നുള്ളൊരു സപ്പോർട്ട് നമുക്ക് അടുത്തായിട്ടുണ്ട്. അതേ തുടർന്ന് നോക്കുവാണെങ്കിൽ 8800 ആ ഒരു റേഞ്ചിലാണ് അടുത്തൊരു നല്ല സപ്പോർട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് വരെയൊക്കെ മാർക്കറ്റ് വീണ്ടും പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മൾ വീക്ക്ലി ചാർട്ട് നോക്കുവാണെങ്കിലും വീക്ക്ലി ചാർട്ടിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ആ ഒരു പാറ്റേൺ, ആ ഒരു ബിയറിഷ് പാറ്റേണിനെ ഇതുവരെ അത് കട്ട് ചെയ്തിട്ടില്ല. അവിടെ തന്നെയാണ്, അതും ഒരു ബിയറിഷ് ക്യാൻഡിലായിട്ട് തന്നെയാണ് നിൽക്കുന്നത് വീക്ക്ലി ചാർട്ടിലും ഈ വീക്കിലെ ഫോർമേഷൻ നോക്കുവാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മാർക്കറ്റിൽ നമുക്കിനിയും ഇതിന് മുകളിലേക്കുള്ള ഒരു ട്രെൻഡ് നമുക്കിനിയും കണ്ടെത്താനായിട്ട് ഒരു കൺഫർമേഷൻ നമുക്ക് എടുക്കാൻ ഇതുവരെ പറ്റുന്നില്ല. പിന്നെ അതുപോലെ തന്നെ വേറൊന്ന് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയ ഒരു ഡാറ്റയായിരുന്നു ഈ മന്ത്ലി എക്സ്പയറിൻ്റെ ഡാറ്റ. അപ്പോൾ അതിനകത്ത് ഓപ്ഷനകത്ത് നോക്കുവാണെങ്കിൽ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് നിൽക്കുന്നത് 9000-ലും 8000-ലും. പുട്ട് ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ 9000-ലും 8000-ലും മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ കോൾ ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ 9500-ഉം 10000 ലെവലിലാണ് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഈ ആഴ്ച മാർക്കറ്റിനെ നമ്മളൊന്ന് ശരിക്കും വാച്ച് ചെയ്യുക. മാർക്കറ്റ് ഒന്നെങ്കിൽ ഒരു സൈഡ് വേയിലോട്ടോ അല്ലെങ്കിൽ ഒരു ഡൗണിലോട്ടോ വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. പക്ഷേ അതൊരു കൺഫർമേഷനായിട്ട് എടുക്കരുത്. ഈ ദിവസങ്ങളിൽ മാർക്കറ്റ് ഒന്ന് കോഷ്യസ് ആയിട്ടൊന്ന് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഈ പ്രാവശ്യം വരുന്ന ന്യൂസുകളും എല്ലാം നമുക്കൊന്ന് വാച്ച് ചെയ്തിട്ടുള്ള ഒരു എൻട്രി എടുക്കുന്നതായിരിക്കും ഈ ഒരു സമയത്ത് നല്ലത്.
പിന്നെ അടുത്തതായിട്ട് ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഫ്രൈഡേ പോസിറ്റീവിലാണ് എൻഡ് ആയത്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഏകദേശം 1.5% 2% അടുത്തൊക്കെ ഇങ്ങനെ പോസിറ്റീവിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും പൊതുവെ പോസിറ്റീവ് മാർക്കറ്റാണ് ഇന്ന് നമ്മൾ കാണുന്നത്. SGX നിഫ്റ്റി ഇപ്പോൾ 45 പോയിൻറ്റ്സ് അപ്പിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ ഗോൾഡിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ബോർഡറിൽ നിൽക്കുവാണ് ചെറിയൊരു നെഗറ്റീവിൽ. അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ പ്രൈസ് നോക്കുകയാണെങ്കിൽ 347 രൂപ അത് ഡൗണിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. അത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് നമ്മൾ കഴിഞ്ഞ ദിവസം ന്യൂസ് കണ്ടായിരുന്നു. അതായത് സ്റ്റോറേജിൻ്റെ ഒക്കെ ഫെസിലിറ്റീസൊക്കെ ഫില്ലായിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കുറഞ്ഞു വരുന്നു എന്നുള്ള ന്യൂസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഡൗണിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നോക്കുവാണെങ്കിൽ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തൊരു നല്ലൊരു അഗ്രസീവായിട്ടുള്ളൊരു കട്ട്, അതായത് പ്രൊഡക്ഷനിൽ ഒരു അഗ്രസീവായിട്ടുള്ളൊരു കട്ട് വരുത്തിയില്ലെങ്കിൽ ഇനിയും പ്രൈസ് വീണ്ടും ഡൗണിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നോക്കുവാണെങ്കിൽ 27-ാം തീയതി വീണ്ടും ഒരു നെറ്റ് സെയിലാണ്, നെറ്റ് വിത്ഡ്രോവലാണ് കാണുന്നത് 916 കോടിയുടെ. അതുപോലെ തന്നെ വെള്ളിയാഴ്ച നോക്കുവാണെങ്കിലും 207 കോടീൻ്റെ നെറ്റ് വിത്ഡ്രോവലായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ ഈ ഒരു മന്ത് ഇതുവരെ നോക്കുവാണെങ്കിൽ 7777 കോടി നെറ്റ് വിത്ഡ്രോവലാണ് FIIൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കുവാണെങ്കിൽ വെള്ളിയാഴ്ച അവരുടെ ഭാഗത്തൊരു നെറ്റ് വിത്ഡ്രോവലായിരുന്നു, പക്ഷേ ഇന്നൊരു 1100 കോടീൻ്റെ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് അവരുടെ ഭാഗത്തുനിന്നും. പിന്നെ ഈ പ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഒന്നാമതായിട്ട് നമ്മൾ ഇന്നലെ കണ്ട ന്യൂസ് ഫ്രാങ്ക്ലിൻ ടെംപ്ലേറ്റൺ. അപ്പോൾ ആ ഒരു 6 ഡെപ്റ്റ് സ്കീമിനെ അവർ ക്ലോസ് ചെയ്യാൻ പോകുന്നു എന്ന വാർത്ത വരുന്നതുകൊണ്ട് അസോസിയേഷൻ ഓഫ് നാഷണൽ എക്സ്ചേഞ്ച് മെമ്പേഴ്സ് അവർ ഫിനാൻസ് മിനിസ്ട്രിക്ക് ഒരു കത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുറേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിൽ പ്രധാനമായിട്ടും നോക്കുവാണെങ്കിൽ ഒരു ഹൈ പവർ കമ്മിറ്റീനെ ഇതിൻ്റെ ഫ്രാങ്ക്ലിൻ ടെംപ്ലേറ്റിൻ്റെ മാനേജ്മെൻറ്റ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൈ പവർ കമ്മിറ്റീനെ നിയോഗിക്കണം. അതുപോലെ തന്നെ ഇവർ ക്ലോസ് ചെയ്യുന്ന ആ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ആ ഒരു തീരുമാനങ്ങളൊക്കെ ഒന്ന് എക്സാമിൻ ചെയ്യണം. അങ്ങനത്തെ കുറച്ച് ആവശ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു ഫിനാൻസ് മിനിസ്ട്രിക്ക്. പിന്നെ അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ RBI ഗവർണർ വേറൊരു അനൗൺസ്മെൻറ്റ് ഇന്ന് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ ഫിനാൻഷ്യൽ ഇയർ 21 ഫിസ്ക്കൽ ടാർഗറ്റിനെ മീറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക്കാണ്. ഇനി ഇതേപോലെ തന്നെ തുടരുവാണെങ്കിൽ അത് വീണ്ടും പറ്റാത്തൊരു അവസ്ഥയെ മാറും എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ വർഷത്തെ ഫിസ്ക്കൽ ടാർഗറ്റ് ഒരു 3.5% ഫിക്സ് ചെയ്തിരുന്നത്. അപ്പോൾ അത് മീറ്റ് ചെയ്യുക എന്നുള്ളതൊരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ് എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം. പിന്നെ ഇത് നമ്മൾ കണ്ട ന്യൂസാണ്. അതായത് RBI 50,000 കോടീൻ്റെ ഒരു സ്പെഷ്യൽ ലിക്വിഡിറ്റി വിൻഡോ മ്യൂച്വൽ ഫണ്ട്സിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ ആ ഒരു കൂടുതലായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സിൽ നിന്നുള്ള കൂടുതലായിട്ടുള്ള ഒരു വിത്ഡ്രോവലൊക്കെ ഒഴിവാക്കുക, ആ ഒരു മ്യൂച്വൽ ഫണ്ട്സിനൊക്കെ വീണ്ടും ഒന്ന് പിടിച്ചു നിർത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് നല്ലൊരു ഡിസിഷൻ തന്നെയായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അടുത്തായിട്ട് ഇന്നത്തെ അപ്ഡേറ്റുകൾ നോക്കുവാണെങ്കിൽ ICICI പ്രൊഡൻഷ്യലിൻ്റെ നോക്കുവാണെങ്കിൽ അവരുടെ Q4 പ്രീമിയം നോക്കുവാണെങ്കിൽ അത് കൂടിയിട്ടുണ്ടായിരുന്നു, 5% കൂടി. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റോക്കിന് ഇന്നത് പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. അതുപോലെ തന്നെ മൈൻട്രി നോക്കുവാണെങ്കിൽ അവരുടെ റിസൾട്ട്സ് കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 1.2% ഗ്രോത്താണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ആ സ്റ്റോക്കും പോസിറ്റീവിലാണ് പോയത്. പിന്നെ ക്യുമിൻസ് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം അവർ കുറേ അപ്ഡേറ്റുകൾ തന്നിട്ടുണ്ട്. അത് നമുക്ക് വരുന്ന ഇതിൽ നോക്കാം. പിന്നെ ടാറ്റ സ്റ്റീൽസ് അവരുടെ ബോർഡ് 5,000 കോടീൻ്റെ ഫണ്ട് റേസ് ചെയ്യുന്നതിന്, ഡെപ്റ്റ് വഴിയായിട്ട് റേസ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ്, ഒരു അപ്രൂവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫൈസർ ഈ കമ്പനീനെ നോക്കുവാണെങ്കിൽ ആ കമ്പനി ഒരു സ്പെഷ്യൽ ഡിവിഡൻറ്റ് 320 രൂപ പെർ ഷെയർ സ്പെഷ്യൽ ഡിവിഡൻറ്റ് അവർ അനൗൺസ് ചെയ്തു. അത് റെക്കോർഡിംഗ് ഡേറ്റ് നോക്കുവാണെങ്കിൽ മെയ് 8-നാണ് റെക്കോർഡിംഗ് ഡേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അന്ന് ആ ഷെയർ കയ്യിൽ വെച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ, DPയിൽ കൈ വെച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു 320 രൂപ സ്പെഷ്യൽ ഡിവിഡൻറ്റ് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ആ ഷെയർ നോക്കുവാണെങ്കിൽ നല്ലൊരു പോസിറ്റീവിലാണ് പോയിരുന്നത്. പിന്നെ ഐനോക്സ് ലെഷറിനെ സംബന്ധിച്ചിടത്തോളം അത് ഇപ്പോൾ ഒരു 3 വർഷത്തെ ലോയിലാണ് ഇപ്പോൾ ആ സ്റ്റോക്ക് നിൽക്കുന്നത്. പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തിയേറ്ററും ഇതൊക്കെ മോളുകളൊക്കെ ക്ലോസ് ചെയ്ത് തന്നെയാണ് പ്രധാന കാരണം. പക്ഷേ അതിനകത്ത് നോക്കുവാണെങ്കിൽ 19 അനലിസ്റ്റുകളിൽ 17 പേരും ഈ ഒരു സ്റ്റോക്കിന് വേണ്ടിയിട്ട് ബൈ റെക്കമെൻഡേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക, സ്റ്റോക്കിനെ കുറിച്ച് അനലൈസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു മാർക്കറ്റൊക്കെ ലോക്ക്ഡൗണൊക്കെ ഒന്ന് മാറുന്ന സമയത്തൊക്കെ ഒരുപക്ഷേ ഈ സ്റ്റോക്കുകൾ തിരിച്ചു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നിങ്ങളൊരു അനാലിസിസിലേക്ക് ഈ സ്റ്റോക്ക് കൊണ്ടുവരിക. എൻട്രി ഇപ്പോൾ കൊടുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ അനാലിസ് ചെയ്തതിന് ശേഷം ആലോചിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വെൽസ്പൺ കോർപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്തൊരു ലാർജ് ഡീൽ നടന്നിട്ടുണ്ടായിരുന്നു, ലാർജ് ട്രേഡ്, ഒരു 13.3 ലക്ഷത്തിൻ്റെ ഷെയർസിൻ്റെ ഒരു ലാർജ് ട്രേഡ് നടന്നിട്ടുണ്ട്. അപ്പോൾ അത് ബയേഴ്സും സെല്ലേഴ്സിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം ഈ ഒരു സ്റ്റോക്കുകൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ ന്യൂസ് ഒന്ന് വാച്ച് ചെയ്യുക.
പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇൻഡസിൻഡ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് റിസൾട്ട് അനൗൺസ്മെൻ്റ് ആയിരുന്നു. റിസൾട്ട് അനൗൺസ്മെൻറ്റിന് അതിന് മുന്നോടിയായിട്ട് നോക്കുകയാണെങ്കിൽ ആ സ്റ്റോക്ക് ഒരു 2% 3% അടുത്ത് ഉയർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സ്റ്റോക്കിൻ്റെ റിസൾട്ട്സ് നോക്കുകയാണെങ്കിൽ അത്ര ശുഭകരമല്ല റിസൾട്ട്. പ്രോഫിറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ 16% ഫോളാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ക്വാർട്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 77% ഫോളാണ് കഴിഞ്ഞ ക്വാർട്ടറിനെ കമ്പയർ ചെയ്യുമ്പം ഈ ക്വാർട്ടറിൽ കാണുന്നത്. അതായത് കഴിഞ്ഞ ക്വാർട്ടറിൽ 1300 കോടിയായിരുന്നു അവരുടെ പ്രോഫിറ്റ്. പക്ഷേ അത് ഈ ക്വാർട്ടറിലേക്ക് നോക്കുമ്പോഴത്തേക്കും 302 കോടി എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ വരും ദിവസങ്ങളിൽ ഈ സ്റ്റോക്കിന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കാണാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ജൂബിലിയൻ ലൈഫ് സയൻസിനെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റോക്ക് വീണ്ടും ഇന്നൊരു അപ്പർ സർക്യൂട്ടിൽ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ടുള്ള 5ാമത്തെ ദിവസം ഈ സ്റ്റോക്ക് അപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അനലൈസ് ചെയ്യുക. അതുപോലെ തന്നെ വോളിയം ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല വോളിയം ഉണ്ട് ഇപ്പോൾ ഈ സ്റ്റോക്കിൽ. അപ്പോൾ നിങ്ങളൊരു ട്രേഡിങ്ങിനാണെങ്കിലും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് പോവുകയാണെങ്കിലും ഈ സ്റ്റോക്കൊന്ന് തീർച്ചയായിട്ടും ഒന്ന് അനലൈസ് ചെയ്യുക. പിന്നെ ക്യുമൻസ് ഇന്ത്യ നമ്മൾ നേരത്തെ കണ്ട സ്റ്റോക്കായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ആ ഒരു കോൺഫറൻസ് കോളിൽ പറഞ്ഞൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നടന്ന കൊറോണൻ്റെ ഇമ്പാക്റ്റ് കൊണ്ടുണ്ടായ നാശനഷ്ടങ്ങളിൽ നിന്ന് തിരിച്ചു വരാനായിട്ട് മിനിമം 6 മുതൽ 12 മാസം വരെ എടുക്കും എന്നുള്ള രീതിയിൽ അവർ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കുവാണെങ്കിൽ ആ സ്റ്റോക്ക് വീണ്ടും ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കൊന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വാച്ച് ചെയ്യുക, കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാനായിരിക്കും നല്ലത്. പിന്നെ മൈൻഡ്രീൻ്റെ ഏണിങ്സ് വന്നതുകൊണ്ട് ഏണിങ്സ് റിലീസ് വന്നതുകൊണ്ട് തന്നെ നോക്കുവാണെങ്കിൽ ഇന്ന് ആ സ്റ്റോക്ക് നല്ലൊരു ഗെയിനാണ് കൊടുത്തത്. ഏകദേശം 12% അപ്പിലാണ് ഇന്ന് ആ സ്റ്റോക്ക് പോയത്. അതുപോലെ തന്നെ നിഫ്റ്റി IT നോക്കുവാണെങ്കിൽ ടോപ്പ് പെർഫോമർ ആയിരുന്നു ഇന്നത്തെ ഈ സ്റ്റോക്ക്. അതായത് ഒരു മിഡ് ക്യാപ് സെക്ടറിലുള്ളൊരു കമ്പനി നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. അതുകൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട്സ് ആയിരുന്നു അവരുടേതും. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് സ്റ്റോക്കിനൊന്ന് അനലൈസ് ചെയ്യുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും എൻട്രി കൊടുക്കുക. പിന്നെ BEMLനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോൾ ഇന്ത്യയുടെ അടുത്തുനിന്നും ഏകദേശം ഒരു 398 കോടിയുടെ ഒരു പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് ഈ ഒരു കമ്പനിക്ക് ഒരു പോസിറ്റീവ് ന്യൂസാണ്. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് PM ചീഫ് മിനിസ്റ്റേഴ്സുമായിട്ടുള്ള മീറ്റിങ്ങിൽ ഹോട്ട്സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്ത ഹോട്ട്സ്പോട്ടുകളിൽ May 3 ശേഷവും കൊറോണ ലോക്ക്ഡൗൺ തുടരാം എന്നുള്ളൊരു നിർദ്ദേശങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അതുപോലെ തന്നെ നോൺ അതായത് ഹോട്ട്സ്പോട്ട് അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നോക്കുവാണെങ്കിൽ അവിടുത്തെ കുറച്ചൊരു റിലാക്സേഷൻ കൊടുക്കാം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നോക്കുവാണെങ്കിൽ ഇപ്പോൾ ലോക്ക്ഡൗൺ നമുക്ക് May 3 തീരും എന്നുള്ളൊരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല എന്ന് വേണം കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുന്ന പോലെ തന്നെ വലിയൊരു ലംസമായിട്ടുള്ളൊരു എൻട്രി ഈ സമയത്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഈ ആഴ്ചയിലേക്ക് മാർക്കറ്റ് നോക്കുവാണെങ്കിൽ US മാർക്കറ്റിൻ്റെയൊക്കെ ക്വാർട്ടർലി GDPയുടെ ഒക്കെ അനൗൺസ്മെൻറ്റ് വരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ ന്യൂസുകളൊക്കെ വരുന്നത് കൊണ്ട് ഈ ആഴ്ച മാർക്കറ്റിലൊരു നല്ലൊരു വോളറ്റിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ആഴ്ചത്തെ എക്സ്പയറിൻ്റെ ഡാറ്റയൊക്കെ കണ്ടു, ഓപ്ഷൻ ഡാറ്റയൊക്കെ കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇപ്പോൾ ഒരു അനിശ്ചിതത്വത്തിൽ എന്ന് വേണം പറയാം. നമുക്ക് എങ്ങോട്ടേക്കെന്ന് നമുക്ക് ഇനിയൊരു കൺഫർമേഷൻ എടുക്കാനായിട്ടില്ല. സോ ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക ഈ ആഴ്ച മാർക്കറ്റിന്. സോ അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ ഒന്ന് ഡിസിഷൻ എടുക്കുന്നതാണ് നല്ലത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെയൊക്കെ ഇഷ്യൂ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് നോക്കുവാണെങ്കിലും കൊറോണയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു കൺട്രോളിൽ എത്തി എന്ന് നമുക്ക് പറയാനായിട്ടില്ല ഇനിയും. അതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റുവേഷൻ ഇനിയും കൺട്രോളിലല്ല. അതുകൊണ്ട് തന്നെ ഒരു ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നതാണ് ഈ ഒരു സമയത്ത് നല്ലത്. അതുപോലെ തന്നെ നല്ല വാല്യൂ ഉള്ള സ്റ്റോക്കുകളിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് തുടരുക. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അനാലിസിസ് വഴി കിട്ടിയ വിവരങ്ങളൊക്കെ കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.